എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ ആദ്യമായി ഈ ഒരു പോസ്റ്റ് വരുന്നത് ബിനീഷ് കൊടിയേരിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ ഞാൻ തന്നെ ഈ ശ്രദ്ധിക്കുന്നത് എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഈ വിവാദം നടക്കുന്ന കാര്യം. അത് അല്ലെ, കലാപത്തിലൂടെ അധികാരത്തിൽ വന്ന ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇത്രയും ധൈര്യം, അതിനെതിരെ സിനിമയെടുത്ത പൃഥ്വിരാജ്, താങ്കളുടെ ധൈര്യം, അതെ, ധീരനാണ്, ശൂരനാണ്, വീരനാണ്. ഇപ്പൊ വീരന്റെ അവസ്ഥ എന്താണ്? വീരൻ മാപ്പ് പറഞ്ഞ് മോഹൻലാൽ പറഞ്ഞ മാപ്പ് പങ്കുവെച്ചുകൊണ്ട് സ്വയം മാപ്പ് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതെ ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. മോഹൻലാൽ പറഞ്ഞ ആ ഖേദപ്രകടനം, ആ തെറ്റ് പറ്റിപ്പോയി എന്ന പോസ്റ്റ്, അത് പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരാൻ മാത്രമേ പൃഥ്വിരാജിന് സാധിച്ചിട്ടുള്ളൂ. സ്വയം ഒരു മാപ്പ് പറയാനോ ഖേദപ്രകടനം നടത്താനോ പോലും ഉള്ള ധൈര്യം പൃഥ്വിരാജിനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ വിവാദം ആരംഭിക്കുന്നത് അദ്ദേഹം കില്ലാടിയല്ലേ. ഞാൻ കരുതി ചിലപ്പോൾ മോഹൻലാൽ മാത്രം മാപ്പ് പറഞ്ഞ് അതങ്ങ് ഒഴിവാകുമെന്ന്. കുറച്ച് മിനിറ്റുകൾക്ക് തന്നെ ഒരു ഷെയർ ചെയ്യും. അല്ല, സിനിമയല്ലേ, പണമല്ലേ, പ്രശസ്തിയല്ലേ, പേരല്ലേ, നിലപാടുള്ള മനുഷ്യനല്ലേ, വലിയ നിലപാട് കണ്ടു. ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു എന്ന് പറഞ്ഞ വാര്യംകുന്നൻ ഓടിത്തള്ളി നിലപാട് നമ്മൾ കണ്ടു. ആ വാര്യംകുന്നനെ അല്ലേ പൃഥ്വിരാജും ആരാധിക്കുന്നത്. അപ്പോൾ പിന്നെ ആ നിലപാടിൽ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റാണ് തുടക്കത്തിൽ. അപ്പോൾ ചേട്ടാ പറയുന്നത് അദ്ദേഹത്തിന് സിനിമയിൽ വാര്യംകുന്നനായി അഭിനയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ ജീവിതത്തിൽ വാര്യംകുന്നനായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. വാര്യംകുന്നന്റെ മാനറിസങ്ങൾ മുഴുവനും അദ്ദേഹം ആവാഹിച്ചെടുത്തു. എന്തായാലും ഈ ബിനീഷ് കോടിയേരി ഈ പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലായത് ആ വിവാദത്തിന് തിരികൊളുത്തിയത് ബിനീഷ് കോടിയേരിയാണ്. കാരണം വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു വെച്ചു, കലാപത്തിലൂടെ അധികാരം നേടിയ ആഭ്യന്തരമന്ത്രി, ശരിക്കും അവർ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. പിന്നെ അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിന്ന് കത്തും എന്ന് അവർക്കൊരു പേടിയുണ്ട്. കാരണം രാജ്യം മുഴുവനും ഒരു മോഡി തരംഗമുണ്ട്. ആ മോഡി തരംഗം ഇദ്ദേഹത്തിനൊരു പേര് ഡിഗ്രി അല്ലേ. ഡിഗ്രി പറയുന്നത് കേട്ടാൽ തോന്നും അത്രയ്ക്ക് മാന്യനാണെന്നല്ലേ. ബാംഗ്ലൂരിലെ മയക്കുമരുന്ന് കേസിൽ അകത്ത് കിടന്ന, എത്ര കാലമാണ് അകത്ത് കിടന്ന. UAPA ആയിരുന്നു ചുമത്തപ്പെട്ട കുറ്റം. അല്ലാതെ നിസ്സാര കുറ്റമൊന്നുമല്ല. മയക്കുമരുന്ന് കടത്തിന്, മയക്കുമരുന്ന് വാങ്ങാനും അത് വിൽക്കാനുമുള്ള പണം ഫണ്ട് ചെയ്തു എന്നുള്ളതാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഉയർന്ന കുറ്റം. എന്തായാലും ആ കേസ് അവിടെ നടക്കുന്നുണ്ട്, കോടതിയിലാണ്. അതിൻ്റെ റിസൾട്ട് വരട്ടെ, അതിൻ്റെ വിചാരണ നടത്തി അതിൻ്റെ വിധി വരട്ടെ. ചേട്ടാ ഒരു താങ്ങി പറഞ്ഞ പോലെ ഉണ്ടല്ലേ, റിസൾട്ട് വരട്ടെ എന്ന്. അങ്ങനെ റിസൾട്ട് ആ കുടുംബം കാത്തിരിക്കും. അവിടെ നമുക്ക് നമ്മുടെ കോടതികളെ ഒന്നും അല്ല, ആ കുടുംബത്തിലൊരു റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ആ കുടുംബത്തിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല, അതിനെക്കുറിച്ച് പലതും പറയാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബിനീഷ് കോടിയേരി വളരെ കൃത്യമായിട്ട് പൃഥ്വിരാജിനൊരു ആപ്പ് വയ്ക്കുന്നത് പോലെ ആയി. വലിയ ധൈര്യം, ധീരതയൊക്കെ പറഞ്ഞ് കൈയടിച്ചു. പക്ഷേ ജനം വളരെ പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള അപകടം തിരിച്ചറിഞ്ഞു. പ്രേക്ഷകർ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ ആരംഭിച്ചു. അവർ ഉടൻ തന്നെ പടം കണ്ട ആൾക്കാരോട് വിളിച്ച് ചോദിച്ചു, ഇതെന്തുണ്ട്, എങ്ങനെയാണ്. ബുക്ക് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ ഷോയ്ക്ക് ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് ഇത് അന്വേഷിച്ചപ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. എല്ലാവരും അതോടുകൂടി വ്യാപകമായിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. നമ്മൾ പല തിയേറ്ററുകളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. ഒഴിഞ്ഞ തിയേറ്റർ, സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, ബുക്കിംഗ് ഫുള്ളാണ്, പക്ഷേ തിയേറ്റർ ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് തെളിയിക്കുന്നത് കൃത്യമായിട്ടും ഈ ജനങ്ങളുടെ വികാരം ഇതിനെതിരാണെന്നാണ്. ഈ വികാരം എതിരാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞത്. അതിന് പുറകെ പൃഥ്വിരാജ് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും പേടിച്ചിട്ടാണെങ്കിലും വന്ന് ഇങ്ങനെ ആ മാപ്പ് പറച്ചിലിനെ ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം വളരെ മുമ്പ് ലക്ഷദ്വീപിൽ എന്തായിരുന്നു വിഷയം. ഈ ലക്ഷദ്വീപിൽ ഈ പറയുന്നത് പോലെ അവിടെ തെങ്ങിന് പെയിൻ്റ് അടിച്ചു, അവിടെ കാവി കളർ അടിച്ചു. നമുക്കറിയാം എത്രയോ സ്ഥലത്ത് നമ്മുടെ ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോയാൽ കാണാം. അതുപോലെ പല ഈ സൈനിക താവളങ്ങളിലും ഈ പോസ്റ്റുകളിലും ആർമിയുടെയൊക്കെ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചില പ്രത്യേക നിറങ്ങളിലാണ് ഈ പെയിൻ്റൊക്കെ അടിക്കുന്നത്. അവർക്കതിൻ്റെ ഈ സൂചനകൾ, വണ്ടി എവിടെ പാർക്ക് ചെയ്യണം, എവിടെ കൂടെ നടന്നു പോകണം എന്നൊക്കെയുള്ള അറിയാൻ വേണ്ടുന്ന സൂചനകൾ നൽകുന്നതാണ്. അതിനെതിരെ എന്തൊക്കെ പുകിലാണ് ഈ നാട്ടിലുണ്ടായത്. അതുപോലെ ലക്ഷദ്വീപിൽ അവിടെ ഈ പറയുന്നത് പോലെ അതൊരു
മയക്കുമരുന്ന് കടത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരികയും അവിടെ കൃത്യമായിട്ട് അവിടെ അത് നിരോധിക്കാനും അതിനെ പിടിച്ചെടുക്കാനും വേണ്ടുന്ന നടപടികളിലേക്ക് പോവുകയും കോസ്റ്റ് ഗാർഡ് വളരെ ആക്റ്റീവ് ആകുകയും ചെയ്തു. ഇപ്പോഴും നമുക്കറിയാലോ, ഈ ലക്ഷദ്വീപിൻ്റെ തീരങ്ങളിൽ വലിയ അത്തരത്തിലുള്ള ത്രെട്ട്, ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ സേനകൾ, നമ്മുടെ സുരക്ഷാ സേനകൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് ലക്ഷദ്വീപ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുന്നത്, അവിടെ സ്വൈരജീവിതം സാധ്യമായിരിക്കുന്നത്. അതുപോലെ ആ വിഷയത്തിൽ മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും ഇപ്പോൾ കുംഭമേളയെക്കുറിച്ച് എന്താണ് പൃഥ്വിരാജിൻ്റെ അഭിപ്രായം? നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണ്ടേ? അതുപോലെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നമ്മുടെ സംസ്കാരവും ഒക്കെ പറയുന്ന സമയത്ത് അതിനെല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന ഒരു അല്ല, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇത്തരം നിലപാടുകളാണ്. ഭാര്യയ്ക്ക് വളരെ മുമ്പേ അത്തരം നിലപാടുകളുണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഈ 17 കട്ടിന്റെ പുറകെ വന്ന ഒരു ചർച്ചയായിരുന്നല്ലോ, ആളറിഞ്ഞ് കളിക്കണോ, മുൻപ് ഫേസ്ബുക്കിൽ അവർ കുറിച്ചതായിരുന്നു. അതെ, ആളറിഞ്ഞ് കളിച്ചില്ല പൃഥ്വിരാജ്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇരുന്ന് കരയുന്നത്. എന്തായാലും ഈ ഭാര്യയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയുന്നതാണ്. ഭാര്യ ആരാണ്? ഒരു ലെഫ്റ്റ് ലിബറൽ സ്വഭാവമുള്ള, ഇത്തരം ആൻറ്റി നാഷണലുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ആൻറ്റി ഹിന്ദു എന്ന് തന്നെ പറയാം. അത് ഈ പേരുകൊണ്ട് ഹിന്ദു ആയിട്ട് കാര്യമൊന്നുമില്ല. ഈ ഉള്ളിൽ ഹൈന്ദവ ധർമ്മത്തോട്, സനാതന ധർമ്മത്തോട് സ്നേഹവും ബഹുമാനവും വേണം. അത് ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല, ഉള്ളിലുള്ള നന്മയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ സത്യം പറയണം, അത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? അതിനെന്ത് ജാതി, എന്ത് മതം? പാവപ്പെട്ടവരെ സഹായിക്കണം, ഇതെല്ലാവർക്കും ഉള്ള ഒരു സന്ദേശമല്ലേ? അതിനകത്ത് ജാതിയും മതമുണ്ടോ? അപ്പോൾ ഈ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് സനാതന ധർമ്മത്തെ ഒരു സങ്കുചിത കാഴ്ചപ്പാടിൽ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ ഖേദപ്രകടനം മാത്രമല്ല, ഇന്നലെ മുതൽ വാർത്തകൾ വന്നിരുന്നു 17 ഭാഗങ്ങൾ കട്ട് ചെയ്യുമെന്ന്. പക്ഷെ അത് ഈ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആരും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. കാരണം ഈ 17 ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് അവർ സെൻസർ ബോർഡിന് രേഖാമൂലം നൽകിയിട്ടില്ലെന്നും വിവരം വരുന്നുണ്ട്. പക്ഷേ ആദ്യമായി ആ സിനിമയിൽ നിന്നും ഒരാൾ പറയുകയാണ്, അത് മോഹൻലാൽ പറയുകയാണ്, ചില ഭാഗങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. അത് ഉൾപ്പെടെയാണ് ഈ ബിനീഷ് കൊടിയേരിയുടെ വീരപുത്രൻ അല്ലെ, വീരനായകൻ പൃഥ്വിരാജ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും പൃഥ്വിരാജിനത് സമ്മതിക്കാതെ തരമില്ല. കാരണം അത്രയ്ക്ക് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഈ നാട്ടിൽ എന്താ പറയണ്ടേ, ഇനിയും സിനിമ എടുക്കണ്ടേ, ഇനിയും ജനങ്ങളുടെ പിന്തുണ കിട്ടണ്ടേ? അപ്പോൾ പിന്നെ ഇതൊക്കെ ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ചേ പറ്റുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാനാകില്ല. സിനിമാ വ്യവസായം പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ എന്തായാലും മോഹൻലാൽ പറഞ്ഞതുപോലെ ഇവരിപ്പോൾ ഔദ്യോഗികമായിട്ട് രേഖാമൂലം സെൻസർ ബോർഡിന് അപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല. ഓൺലൈനിൽ ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഓൺലൈനിലാണ് കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യമുണ്ട്, ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ പൃഥ്വിരാജ് മൗനം പാലിക്കുക ഇപ്പോൾ പെട്ടിരിക്കുന്ന മോഹൻലാലാണ്. അദ്ദേഹത്തിന് തന്നെ മാപ്പുമായി വരേണ്ടി വന്നല്ലേ? വെച്ചത് പൃഥ്വിരാജ് ആണെങ്കിലും കൊണ്ടത് മോഹൻലാലിനാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അവർ ഓൺലൈനിലൂടെ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഈ വിഷയത്തിൽ ഇവർക്ക് എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എത്രയും വേഗത്തിൽ അവരതൊക്കെ ചെയ്ത് പൂർത്തിയാക്കട്ടെ. പക്ഷേ പൃഥ്വിരാജിൻ്റെ ധൈര്യം എത്രയുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. സ്വയം രംഗത്ത് വന്ന് ഒരു വിശദീകരണം നൽകാനുള്ള ത്രാണി പോലും പൃഥ്വിരാജിനില്ല എന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുന്നു.